വയലിൻ ലെസൺസ് എപ്പിസോഡ് 30ലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ എക്സസൈസുകൾ എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു പുതിയ ലെസണിലേക്ക് പോകാം. സ്കെയിൽ ഓഫ് എ മേജർ. നമ്മൾ ആദ്യം പഠിച്ച സ്കെയിലാണ്. സ്കെയിൽ ഓഫ് എ മേജറിൽ 3 ഷാർപ്പാണ് വരുന്നത്: എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ്. ഈ ഒരു എക്സസൈസിൽ ഡി ഷാർപ്പ് വരുന്നുണ്ട്. ഡി ഷാർപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നോർമൽ ഡി പിടിച്ചിട്ട് അല്പം ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുക. നോർമൽ ഡി ഷാർപ്പ്. ഇപ്പോൾ ഡി ഷാർപ്പ് എന്ന നോട്ട് ആക്സിഡൻ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഏത് ബാറിലാണ് ആ ഡി ഷാർപ്പിൻ്റെ അപ്പുറത്ത് ഷാർപ്പ് സിമ്പിൾ ഇട്ടേക്കണം, ആ ബാറ് മാത്രം ഡി ഷാർപ്പ് വായിക്കുക. തുടർന്നുള്ള ബാറുകളിൽ ഷാർപ്പ് സിമ്പിൾ ഇല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഡി ഷാർപ്പ് വായിക്കരുത്. സാധാരണ സ്കെയിലിലെ നോട്ടായ ഡി ആണ് വായിക്കേണ്ടത്. അതിനുശേഷം സ്ലറിങ് വരുന്നുണ്ട്. സ്ലറിങ് അതായത് ഒരു ബാറിൽ 2 നോട്ട് സ്ലറിങ്ങും 2 നോട്ട് സെപ്പറേറ്റും. അതായത് ഒരു ബാറിൽ 8 നോട്ട് ഉണ്ടെങ്കിൽ 2 ഹാഫ് ഒരു ബോയിലും അടുത്ത 2 ഹാഫ് സെപ്പറേറ്റ് ബോയും. അങ്ങനെ വരുന്ന എക്സസൈസാണ് തുടർന്നുള്ളത്. പിന്നീട് ഹാഫ് ബീറ്റിൻ്റെ റെസ്റ്റ് വരുന്നുണ്ട്, 1 ബീറ്റിൻ്റെ റെസ്റ്റ് വരുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഈ ലെസൺസ് മുമ്പോട്ട് വായിക്കണം. ലെസൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ സ്ലോയിലി നോട്ടിൻ്റെ പൊസിഷൻസ് മനസ്സിലാക്കി വായിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം സ്പീഡ് ടെമ്പോ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് വായിക്കുവാനുള്ള ഒരു ശ്രമം നടത്തണം. നല്ലൊരു എക്സസൈസാണ്. മിക്കവാറും സ്റ്റുഡൻസിന് 4-5 ക്ലാസ് ആവശ്യമുള്ള ഒരു എക്സസൈസാണ്. ഇത് ഞാൻ ഒറ്റ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് ബാർ വൈസ് പ്രാക്ടീസ് ചെയ്യണം നല്ലത്. ഞാൻ നൊട്ടേഷൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ബാർ എടുത്തിട്ടും ഓരോ ലൈൻ എടുത്തിട്ടും പ്രാക്ടീസ് ചെയ്യുകയാണ് നല്ലത്. ഇറ്റ് ടേക്ക് ടൈം. അത് അറിയേണ്ട. യു വിൽ ബി സക്സസ്. മനസ്സിലാക്കുക. ഈ ലെസൺ എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. എൻ്റെ കൗണ്ടിങ് 1 and 2 and 3 and 4 and കോമൺ ടൈമാണ്.
ലെസൺ ഒരു ലോങ് ലെസണാണ്. വളരെ സ്ലോലി പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ലെസണുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ